നമസ്കാരം. ഞങ്ങളൊരു യാത്രയിലാണ്. UK സൗത്താംപ്ടണിലുള്ള പിയാനോ ക്രൂയിസിൻ്റെ ഓഷ്യാനിക് ടെർമിനലിലേക്കാണ് ഞങ്ങളുടെ യാത്ര. 7 ദിവസത്തെ പിയാനോ ക്രൂയിസിൻ്റെ നോർവീജിയൻ ഫിയോർഡ്സ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. UK നിന്നും പുറപ്പെടുന്ന എല്ലാ പ്രമുഖ ക്രൂയിസ് കമ്പനികൾക്കും ടെർമിനൽ ഉള്ളത് സൗത്താംപ്ടണിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സൗത്താംപ്ടണിൽ നിന്നും യാത്ര തിരിക്കുന്നത്. UK ക്രൂസ് ഇൻഡസ്ട്രിക്ക് വേണ്ടി നിർമ്മിച്ച ഏറ്റവും വലിയ ഷിപ്പാണ് പിയാനോയുടെ അയാണ. 2020 ഇത് നിർമ്മിച്ചത്. 6260 പാസഞ്ചേഴ്സിന് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഈ ക്രൂസിലുണ്ട്. ഞങ്ങളിപ്പോൾ ടെർമിനലിനകത്താണ്. ഈ ട്രിപ്പിൽ 5000 പാസഞ്ചേഴ്സാണ് ഈ ട്രിപ്പിലുള്ളതെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് വലിയ ക്യൂ ആണ്. ഞങ്ങൾക്ക് 6 മണിക്കാണ് ഷിപ്പ് എംബാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 3 മണിയായി. ഇനിയും ഞങ്ങൾക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്, ഇമിഗ്രേഷൻ ഉണ്ട്, നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിലേക്കുള്ള യാത്രയിലാണ്. മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ ഷിപ്പിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ക്രൂസ് ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് വേണം ബുക്ക് ചെയ്യാൻ. നമ്മളിപ്പം 1 വർഷം കഴിഞ്ഞ് പോകുന്നതിന് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത ഈ വർഷമേ ബുക്ക് ചെയ്താൽ അടുത്ത വർഷമോ അതില്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷമോ എന്നാലേ നമുക്ക് ഫേവറബിളായിട്ടുള്ള ഒരു ഫെയർ കിട്ടുകയുള്ളൂ. പിന്നെ ഈ ഫെയർ കാൽക്കുലേഷൻ വരുന്നത് ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന ടൈപ്പ് മുറികളാണ് ഷിപ്പിനുള്ളത്. ഏറ്റവും താഴെ ക്യാബിൻസ് ആണ്. അതിന് നമ്മൾ പുറലോകമായിട്ടൊരു ബന്ധവുമില്ല, ജസ്റ്റ് ഒരു ക്യാബിനാണ്. പിന്നുള്ളത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഗ്ലാസ് വിൻഡോ ഉള്ളതാണ് സീ വ്യൂ റൂമുകൾ. അത് വിൻഡോ തുറക്കാൻ പറ്റുകയില്ല, പക്ഷെ നമുക്ക് സീയുടെ വ്യൂ കിട്ടും. പിന്നുള്ളത് ബാൽക്കണിയാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ബാൽക്കണിയിലാണ്. ബാൽക്കണി ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺ പ്രൈവറ്റ് ബാൽക്കണികൾ എല്ലാ റൂമിലും ഉണ്ടായിരിക്കും. പിന്നുള്ളത് ഡീലക്സ് റൂമുകളാണ്. ഡീലക്സ് റൂം വരുമ്പോൾ ബാൽക്കണിയുടെ സൈസ് ഡബിൾ ആയിരിക്കും, റൂമിൻ്റെ സൈസും ഡബിൾ ആയിരിക്കും. പിന്നെ റൂം കുറച്ചുകൂടി പോഷായിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ പ്രൈസിങ് കാറ്റഗറി വരുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ചെക്കിംഗ് പോയിന്റ്. ഇതോടുകൂടി നമ്മൾ ഷിപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചെക്കിങ്ങിന് ശേഷം സ്റ്റാഫെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. കാരണം ഇതേപോലെയുള്ള ക്രൂയിസ് ട്രിപ്പുകളിലൊക്കെ ഹോസ്പിറ്റാലിറ്റിക്ക് ഭയങ്കര പ്രയോറിറ്റിയാണ്. നമ്മൾ നേരെ ലോബിയിലേക്കാണ് കയറുന്നത്. ഞങ്ങളുടെ കൂടെ യഥാർത്ഥത്തിൽ ഒരു 15 ഫാമിലികൾ കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സും ഞങ്ങൾക്ക് അറിയാവുന്ന പലരുമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ്. അവരൊക്കെ ക്യൂവിൽ വളരെ പുറകിലാണ്. ഞങ്ങൾ പല വഴിക്കാണ് ഈ ക്യൂവുകളും എൻട്രികളും നടക്കുന്നത്. ഞങ്ങൾ 15th ഫ്ലോർ ആയതുകൊണ്ട് ഞങ്ങളെ മറ്റൊരു വഴിക്ക് കയറ്റിവിട്ടതാണ്. ഇതാണ് ഷിപ്പിൻ്റെ മെയിൻ ലോബി. അപ്പോൾ ഇവിടെ നിന്നും ഞങ്ങൾക്ക് ഇനി 15ാമത്തെ നിലയിലേക്ക് പോകാനുള്ള ലിഫ്റ്റ് കണ്ടുപിടിക്കണം. കാരണം ഈ ഷിപ്പിൻ്റെ 3 ഭാഗത്തായിട്ടാണ് ലിഫ്റ്റ് ഉള്ളത്. ഏറ്റവും മുന്നിൽ, മിഡിലിൽ, ബാക്കിൽ. അപ്പോൾ നമ്മുടെ മുറിയുടെ പൊസിഷൻ അനുസരിച്ച് ഏത് ലിഫ്റ്റിൽ കയറണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഇതെല്ലാം കളർ കോഡഡാണ്. ഈ കളറിൽ കൂടെ വന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മുറികൾ കണ്ടുപിടിക്കുവാൻ പ്രയാസമാണ്. ഏതായാലും ഞങ്ങളുടെ കൂടെ വന്നവരെ വെയിറ്റ് ചെയ്യുന്നില്ല. അവർ മറ്റു വഴിക്കൂടെ ആയിരിക്കും അവർ കയറുന്നത്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഏതായാലും ഞങ്ങൾ ലിഫ്റ്റിനടുത്തേക്ക് പോവുകയാണ്. ലിഫ്റ്റിൽ വളരെ ക്യൂ ആണ്. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറി 15ാമത്തെ നിലയിലെത്താൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ 15ാമത്തെ ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് 15314 എന്നുള്ള റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 15ാം നിലയിൽ 314, അതാണ് നമ്മുടെ റൂം നമ്പർ.
അവിടെ നമുക്ക് ഒരു വെൽക്കം പായ്ക്കും ഒരു എൻവലപ്പും ഉണ്ട്. അതിനകത്ത് 4 പേർക്കുള്ള കീ കാർഡുകളും മറ്റും ആ എൻവലപ്പിലുണ്ട്. നമ്മൾ മുറിയിലേക്ക് പ്രവേശിക്കാം. എങ്ങനെയുണ്ട് അടുത്ത 7 ദിവസത്തെ നമ്മളുടെ റൂം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ റൂമിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇടത് സൈഡിൽ നമ്മുടെ ടോയ്ലറ്റാണ്, ഷവർ ടോയ്ലറ്റ്. അതിനുശേഷം നമ്മുടെ ബെഡാണ്. ബെഡിൻ്റെ സൈഡിൽ നമുക്ക് വാർഡ്രോബുകളുണ്ട്. പിന്നെ ആ കാണുന്ന സോഫ ബെഡ് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ബെഡാക്കി മാറ്റാവുന്നതാണ്. അവരെ എല്ലാ ദിവസവും ഈവനിങ്ങിൽ അവർ വന്ന് ചെയ്തു തരും. ഇതാണ് നമ്മുടെ ബാൽക്കണി. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത്. ഷിപ്പിലെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ ഡിന്നറാണ്. ഷിപ്പിൽ 2 രീതിയിലാണ് നമ്മൾ ഡിന്നർ കഴിക്കുക. ഒന്ന്, നമുക്ക് ഫൈൻ ഡൈനിങ് ഉണ്ട്. ഫൈൻ ഡൈനിങ്ങിന് നമുക്ക് 7 റെസ്റ്റോറൻറ്റുകളുണ്ട്. ഈ 7 റെസ്റ്റോറൻറ്റുകളിൽ എവിടെയെങ്കിലും നമുക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. അതിനൊരു ആപ്പുണ്ട്. ആപ്പ് വഴി നമുക്ക് വെർച്വൽ ക്യൂ ഉണ്ട്. അതിനുശേഷം നമുക്ക് പ്രീ ബുക്ക് ചെയ്ത് മാത്രമേ ഫൈൻ ഡൈനിങ്ങിൽ മെനുവിലെ അനുസരിച്ച് ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കാം. അല്ല എങ്കിൽ നമുക്ക് രാവിലെ മുതൽ വെളുപ്പിനെ 2:30 വരെ നമുക്ക് കണ്ടിന്യൂസ് ബൊഫേ കൗണ്ടറുകൾ പല ഫ്ലോറിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കഴിക്കാം. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ക്രൂയിസ് ട്രിപ്പിൻ്റെ 2ാം ദിവസം. വളരെ നല്ല കാലാവസ്ഥയാണ്. രാവിലെ നല്ല ബ്രൈറ്റ് ഡേ ആണ്. 22 ഡിഗ്രിയാണ് വെതർ കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മളെ കൂടുതൽ പകലത്തെ ഈ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. ഇത് ഷിപ്പിലെ സ്ട്രീറ്റ് ഫുഡ് കഫേകളാണ്. അമേരിക്കൻ ഗ്രില്ല്, അതോടൊപ്പം തന്നെ ഏഷ്യൻ ഫ്യൂഷൻ, അതേപോലെ തന്നെ ഫിഷ് ആൻഡ് ചിപ്സ്. ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡുകളുടെ ഒരു പ്രത്യേക ഒരു സെക്ഷനാണ് ഇത്. എപ്പോഴുമുണ്ട്, 24 hours ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് പോയി കഴിക്കാവുന്നതാണ്.
അങ്ങനെ നമ്മൾ കര കണ്ടുകൊടുങ്ങിയിരിക്കുകയാണ്. രണ്ടാം ദിവസം 11 മണിയോടുകൂടി നമ്മൾ നോർവേയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏകദേശം 11:30 നമ്മൾ ഷിപ്പിൽ നിന്നും ഇറങ്ങും. അതിനുശേഷം ഡേ എക്സ്കർഷൻസ് ആണ്. കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ കാണാവുന്നതാണ്. അതുവരെയും നമസ്കാരം, നന്ദി.